മുതുതല AUP സ്കൂൾ. കരാട്ടെ, ചെസ്, സ്കേറ്റിംഗ്, അബാക്കസ്, ഡാൻസ്, ചിത്രരചന തുടങ്ങിയവയ്ക്കുള്ള പ്രത്യേക പരിശീലനം. കുട്ടികളുടെ ഭാവി ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതം. ഇത്രയും പ്രത്യേകതകളുള്ള മുതുതല AUP സ്കൂളിലല്ലേ നിങ്ങളുടെ കുട്ടികളും പഠിക്കേണ്ടത്? അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. SSLC മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നാളെ സമാപിക്കും. പട്ടാമ്പി മേഖലയിൽ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലും വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പുകൾ നടക്കുന്നത്. ഇത്തവണത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നാളെ സമാപിക്കും. പട്ടാമ്പി മേഖലയിൽ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളും വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് SSLC മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നടത്തിയിരുന്നത്. നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 വിഷയങ്ങളിലുള്ള പേപ്പറുകളായിരുന്നു മൂല്യനിർണ്ണയം നടത്തിയത്. ഫിസിക്സ്, കെമിസ്ട്രി, മലയാളം ഫസ്റ്റ് പേപ്പർ, സോഷ്യൽ സയൻസ് എന്നീ പരീക്ഷകളിലെ ഉത്തരപേപ്പറുകളും മൂല്യനിർണ്ണയമാണ് നടുവട്ടം സ്കൂളിൽ നടന്നത്. 4 വിഷയങ്ങളിലായി 57,137 പേപ്പറുകളാണ് ഇവിടെ മൂല്യനിർണ്ണയം നടത്തിയത്. ഏപ്രിൽ 16-നാണ് മൂല്യനിർണ്ണയ ക്യാമ്പ് ആരംഭിച്ചത്. മെയ് 2-ന് സമാപിക്കും. നല്ല നിലയിൽ തന്നെയാണ് മൂല്യനിർണ്ണയ ക്യാമ്പ് മുന്നോട്ട് പോയതെന്നും എല്ലാ വിഭാഗം അധ്യാപകരുടെയും സഹകരണം ക്യാമ്പിൽ ഉണ്ടായെന്നും ക്യാമ്പ് ഓഫീസറും സ്കൂൾ പ്രധാനാധ്യാപികയുമായ രാധിക പറഞ്ഞു. 4 വിഷയങ്ങളിലായി 57,131 പേപ്പറാണ് നമ്മുടെ സ്കൂളിൽ വന്നിട്ടുള്ളത്. ഏപ്രിൽ 16 മുതൽ ആരംഭിച്ച വാല്യുവേഷൻ ക്യാമ്പ് മെയ് 2-ഓടുകൂടിയാണ് അവസാനിക്കുന്നത്. കെമിസ്ട്രി, ഫിസിക്സ്, മലയാളം ഫസ്റ്റ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലായിട്ടാണ് ഇവിടെ ക്യാമ്പ് നടക്കുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ നല്ല പ്രതികരണമാണ് ക്യാമ്പിന് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും വളരെ നന്നായിട്ട് ക്യാമ്പിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പ് വല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മാറിയ പാഠപുസ്തകങ്ങളായിരുന്നു ഇത്തവണ SSLCക്ക് ഉണ്ടായത്. എന്നാൽ ഇതിന്റെ ഒന്നും പ്രശ്നങ്ങൾ ഇത്തരം പേപ്പറുകളിൽ കാണാനായിട്ടില്ലെന്ന് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർ പറഞ്ഞു. A+കളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞിട്ടില്ലെന്നും മികച്ച നിലവാരമാണ് പല പേപ്പറുകളിലും കാണാനായതെന്നും അധ്യാപകർ സൂചിപ്പിച്ചു. നമ്മളിപ്പോ ഈ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം മാറിയ ഒരു വർഷമാണ് ആദ്യത്തെ വർഷമാണ് ഇപ്പോൾ വാല്യുവേഷൻ ഉള്ളത്. ഇപ്പൊ ചോദ്യപേപ്പറിലും ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ കാര്യമായിട്ടുള്ള ഒരു അപകടങ്ങളൊന്നും ഈ ഉത്തരപേപ്പറുകളില്ല. വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയിൽ അടുക്കും ചിട്ടയോടെ എഴുതിയുള്ള കുട്ടികളും ഉണ്ട്. A+കളുടെ എണ്ണം വലിയ കാര്യമായിട്ട് കുറവുണ്ടെന്ന് പറയാൻ കഴിയില്ലെങ്കിലും കുട്ടികൾ ആ ഒരു സിസ്റ്റത്തോട് മാക്സിമം നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് വാല്യുവേഷനിലുള്ള നമുക്ക് തോന്നുന്ന ഒരു അനുഭവം ഉള്ളത്. അല്ലാതെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ തോതിൽ കുട്ടികൾക്ക് ഗ്രേസ് അല്ലെങ്കിൽ ഗ്രേഡ് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ക്യാമ്പുകൾ മുന്നോട്ട് പോകുന്നത്. കുട്ടികളിൽ നിന്നും നല്ല പ്രതികരണമാണ് നമുക്ക് പേപ്പറുകളിൽ നിന്ന് കാണാനും കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുനഃക്രമീകരിച്ച മൂല്യനിർണ്ണയ ക്യാമ്പാണ് നാളെ സമാപിക്കുന്നത്. സംസ്ഥാനത്തെ 89 ക്യാമ്പുകളാണ് ഇതിനായി സജ്ജമാക്കിയിരുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷണ മൂല്യനിർണ്ണയ ക്യാമ്പും നടക്കുന്നുണ്ട്. 10 ദിവസങ്ങളായാണ് മൂല്യനിർണ്ണയ ക്യാമ്പ് നടത്തിയത്. 3 ഘട്ടങ്ങളിലായിരുന്നു ക്യാമ്പ്.